കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ഭജന ഇരുന്നിട്ട് ഭജനം കഴിഞ്ഞ് പോകുമ്പോൾ കൂടെ കണ്ണനെയും കൊണ്ടുപോവാം. അത് വെറും വാക്കല്ല, ശരിക്കും നമ്മുടെ ഭജനം ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെട്ടാൽ ഗുരുവായൂരപ്പൻ നമ്മൾ ഇരിക്കുന്ന, അതായത് ഒരു ദിവസത്തെ ഭജനമല്ലേ നമ്മൾ ചെയ്യുന്നത്, ആ ഒരു ദിവസത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവും. ആ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തന്നെ അറിയാൻ കഴിയും. അത് അത്രയും പ്രസക്തമാണ്. രാവിലെ നിർമ്മാല്യ ദർശനത്തിന് വന്ന് നിർമ്മാല്യ ദർശനത്തോട് കൂടിയിട്ട് ഭജനം ഇരിക്കാൻ ശ്രമിക്കുക. ഭജന ഇരിക്കുമ്പോൾ ശീവേലി പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. നെയ്ജപം 15 രൂപയാണ്. ആ നെയ്ജപം വാങ്ങിയിട്ട് കഴിച്ച് ഭജന ഇരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലത്. ഇനി അതല്ല എന്ന് വെച്ചാൽ അത് ശീവേലി കഴിഞ്ഞാലാണ് മേൽശാന്തിര അവിടെ നിന്ന് കിട്ടുക. അത് കഴിച്ചിട്ട് ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ പാടൂ എന്നാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യുക. പിന്നെ 5 പൂജകളാണ് ക്ഷേത്രത്തിലുള്ളത്. ആ 5 പൂജയും 3 ശീവേലി, രാവിലെ അതേമാതിരി ഉച്ചയ്ക്ക് ശേഷം, വൈകിട്ട് നട തുറക്കുമ്പോഴും, പിന്നെ അത്താഴ ശീവേലി, പിന്നെ വിളക്കെഴുന്നള്ളിപ്പ്. ഇതൊക്കെ കഴിഞ്ഞ് തൃപ്പുകട നെയ്യ് കഴിച്ചാണ് ഭജന അവസാനിപ്പിക്കേണ്ടത്. മുൻപ് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ നമുക്ക് പലരും ചോദിച്ചു എവിടെയാണ് ഭജന ഇരിക്കേണ്ടത്. അതിന് ഒരു വ്യക്തമായ ഉത്തരം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ ഇരിക്കാം. ആ കൂത്തമ്പലത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കൂത്തമ്പലത്തിൽ വേദജപം നടക്കുന്ന സ്ഥലമാണ്. ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്ന സ്ഥലമാകുമ്പോൾ ഹനുമാൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. അവിടെ കെടാവിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. ഇതിനൊക്കെ അപ്പുറത്ത് ഈ കൂത്തമ്പലത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് സാമൂതിരി രാജാവ് മാനവേദൻ ഒരു ദിവസം എന്നും വില്യമംഗലത്തിനോട് ചോദിക്കും, എനിക്ക് കണ്ണനെ കാണാൻ പറ്റുമോ എന്ന്. അപ്പോൾ വില്യമംഗലം പറഞ്ഞു, ഞാനൊന്ന് കണ്ണനോട് ചോദിച്ചിട്ട് മറുപടി തരാം. അങ്ങനെ ഒരു ദിവസം ചോദിച്ചപ്പോൾ നാളെ ആവട്ടെ, രാവിലത്തെ ശീവേലി കഴിഞ്ഞാൽ കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂത്തമ്പലം ഇരുന്നിരുന്ന സ്ഥലത്ത് പണ്ട് ഒരു ഇലഞ്ഞി മരമായിരുന്നു. ആ ഇലഞ്ഞി മരം വെട്ടിയിട്ടാണ് ഇന്നത്തെ കൂത്തമ്പലം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഇലഞ്ഞി മരത്തിൻ്റെ അവിടെയാണ്, ഈ കൂത്തമ്പലത്തിൻ്റെ അവിടെയാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. എന്താ വെച്ചാൽ ഭജന ഇരിക്കേണ്ടത് എന്നതിൻ്റെ കാര്യമാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി. മാനവേദൻ വന്നു. ഇന്നിപ്പോൾ വളരെ കണ്ണനെ കാണാൻ പറ്റുമല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ എന്താ പറയുക, ആഹ്ലാദത്തോടെ അങ്ങനെ നോക്കുമ്പോൾ ശീവേലി കഴിഞ്ഞ സമയത്ത് ഈ ഇലഞ്ഞിയുടെ ചുവട്ടിൽ ഒരു ഉണ്ണി. ആ ഉണ്ണി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഓട്ടമുള്ള നമ്മുടെ ചിരട്ട ഉണ്ടല്ലോ, കണ്ണൻ ചിരട്ട, അതിൽ ഓരോ പൂവ് എടുത്തിടും. ആ പൂവ് ഇതിലെടുത്തിടുമ്പോൾ അത് താഴേക്ക് പിന്നെയും പോവും. അങ്ങനെ കുസൃതി കളിക്കുകയാണ്. അപ്പോൾ വില്യമംഗലം പറഞ്ഞു, എന്നെ തൊട്ട് നോക്കൂ, ആ ഉണ്ണിയെ കാണാം. അപ്പോൾ അങ്ങനെ വില്യമംഗലത്തിന് തൊട്ട് നോക്കിയപ്പോൾ ആ ഉണ്ണിക്കണ്ണനെ കണ്ടു. ഈ മാനവേദന് ഇത് കണ്ടു നോക്കുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വേഗം ഓടിച്ചെന്ന് ഉണ്ണിയെ പിടിക്കാൻ നോക്കി. ഉണ്ണിയെ പിടിച്ചില്ല എന്നുള്ള മാതിരി ആയി നോക്കുമ്പോൾ പിടുത്തം കിട്ടി എന്ന് തന്നെ പറയാം. അങ്ങനെ കിട്ടി നോക്കുമ്പോൾ ഉണ്ണി എന്താ പറഞ്ഞതെന്നറിയോ? അതെ, എന്നോട് വില്യമംഗലം പറഞ്ഞത് മാനവേദന് ഒരു ദർശനം നൽകാനേ പറഞ്ഞിട്ടുള്ളൂ, എന്നെ പിടിച്ച് ഉമ്മയ്ക്കാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അതുകൊണ്ട് അതിന് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ആൾ കുതറി ഓടി. ആ കുതറി ഓടിയ സമയത്താണ് തൻ്റെ തിരുമുടിയിൽ നിന്ന് ഒരു പീലി കൊഴിഞ്ഞു ചാടി. അത് ഈ കൂത്തമ്പലം, അതായത് ഈ ഇലഞ്ഞിത്തറയുടെ അവിടെ ആയിരുന്നു. ആ സ്ഥലമാണ്, അതിന് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സ് കണ്ണനിൽ അർപ്പിച്ച് ഭജന ഇരിക്കുന്ന ആളുകൾക്ക്, മറ്റ് ചിന്തകളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അവിടെ കണ്ണൻ്റെ
ചിലമ്പിൻ്റെ അതായത് പാദസ്വരത്തിൻ്റെ പതനിസ്വരം കേൾക്കാം എന്നുള്ളതൊക്കെയാണ്. അതേപോലെ ചിരിക്കുന്ന ആ ഒരു സൗണ്ട്, പുഞ്ചിരിക്കുന്ന സൗണ്ട് കേട്ടു എന്നൊക്കെ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കും അങ്ങനെ ഇരിക്കാൻ കഴിയുമെങ്കിൽ ഭജന ഇരിക്കുന്ന ആളുകൾക്ക് അത്രയും കരുതലോടെ ഭഗവത് നാമങ്ങൾ, നാരായണ നാരായണ ഏത് നാമമായാലും വിഷ്ണുവിൻ്റെ ഏത് നാമങ്ങൾ, ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ ചൊല്ലിയിട്ട് അല്ലെങ്കിൽ പുസ്തകം ആ കൂത്തമ്പലത്തിന് സമീപം ഇരിക്കുക. ധാരാളം സമയമുണ്ട്. പിന്നെ മറ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഈ കൂത്തമ്പലത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. അങ്ങനെ ഇരുന്ന നമുക്ക് ആ നടക്കുന്ന, അതായത് ആ ശീവേലി സമയത്തൊക്കെ കൂടെ നടക്കുമ്പോൾ, അതേപോലെ മറ്റേ ഒറ്റടി പ്രദക്ഷിണം വയ്ക്കാം. അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ആ ഗുരുവായൂരപ്പൻ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടാവും, ആ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കതിനുള്ള ഒരു അദൃശ്യ ശക്തി നമ്മളിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് തോന്നാൻ കഴിയും. അപ്പോൾ അത് ഇനി ഭജന ഇരിക്കാൻ വരുന്ന ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കൂത്തമ്പലത്തിൻ്റെ പ്രാധാന്യതാണ്. പിന്നെ 5 പൂജ തൊഴുക. 5 പൂജയും തൊഴാൻ പറ്റിയില്ലെങ്കിൽ, അതായത് ഉള്ളിൽ പോകാൻ ഇനിയിപ്പോൾ ക്യൂവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ 1000 രൂപയുടെ ക്യൂ ഒക്കെ ആകുമ്പോൾ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ആ ശീവേലി കഴിഞ്ഞ സമയത്തൊക്കെ ഭഗവാനെ കാണാൻ പറ്റുന്ന അപൂർവ നിമിഷങ്ങളാണ്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ.